കാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒരു കാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി Radio Rang, color your life. എല്ലാവർക്കും നമസ്കാരം. റേഡിയോ രംഗിന്റെ ലീഗൽ ഫോറത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ റേഡിയോ രംഗിന്റെ ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ടെസ്റ്റ് റണ്ണിങ്ങിലാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുള്ളിൽ വാട്സപ്പ് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ അതിലൂടെ റേഡിയോ രംഗിലേക്ക് അയക്കാവുന്നതാണ്. ബഹ്റിനിലെ തൊഴിൽ, വിസ, അതുപോലെ തന്നെ നിയമ പ്രശ്നങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് റേഡിയോ രംഗ് ഉദ്ദേശിക്കുന്നത്. കോവിഡിന്റെ ഒരു ദൂഷ്യവശങ്ങൾ ഇന്ന് ലോകം മുഴുവൻ അനുഭവിച്ചു വരുന്ന ഒരു സമയമാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ നാം എല്ലാവരും വളരെയധികം സൂക്ഷ്മത പാലിക്കുക. ആദ്യം തന്നെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ട അടിസ്ഥാന കാര്യം. ആരോഗ്യരംഗത്തായാലും ഏത് രംഗത്തായാലും മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, സാനിറ്റൈസർ കൊണ്ട് നമ്മളുടെ കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക, കൂട്ടം കൂടി നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. ഏതു രാജ്യത്തായാലും നിയമാനുസൃതമായി നമ്മൾ ജീവിച്ചാൽ ആരോഗ്യവും നമ്മുടെ ജീവിതവും നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് പതിവ് പോലെ നമുക്ക് നിയമമാർഗ സഹായം, മാർഗനിർദ്ദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ശ്രീ മാധവൻ കല്ലത്താണ്. 40-ലേറെ വർഷത്തെ നിയമ മേഖലയിലെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം, 28 വർഷം ബഹ്റിനിലും. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ ഭാഗമായിട്ട് നമുക്ക് 2 കമന്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഫ്ലെക്സി യു ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫ്ലെക്സി വിസ എന്ന് LMR സൈറ്റിൽ കാണിച്ചാൽ അയാൾക്ക് ഫ്ലെക്സി വിസ കിട്ടില്ലെന്ന് പറയുന്നത് ശരിയല്ല എന്നൊരു കമന്റാണ് വന്നിരിക്കുന്നത്. ഞാൻ അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫ്ലെക്സി വിസ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള 2-3 വഴികൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യത്തേതാണ്. അത് എലിജിബിൾ ആണെങ്കിൽ വെബ്സൈറ്റിൽ കാണിക്കും എലിജിബിൾ ഫോർ ഫ്ലെക്സി വിസ, അല്ലെങ്കിൽ യു നോട്ട് എൻറ്റൈറ്റിൽഡ് ഫോർ ഫ്ലെക്സി വിസ കാണിക്കുമല്ലോ. അപ്പൊ അതുണ്ടെങ്കിലും തന്നെ നമുക്ക് LMRയുടെ 2 നമ്പറുണ്ട്. ഒന്ന് 33150150. ആ നമ്പറിലേക്ക് ഒരു SMS അയച്ചാൽ SMS നമ്മുടെ CPR നമ്പർ മാത്രം വെച്ചിട്ട് അയക്കണം. അത് നമ്മൾ തന്നെ മൊബൈലിൽ നിന്ന് അയക്കണം. കാരണം മറുപടി വരുന്നതും ഭാവിയിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും ആ നമ്പറിലേക്കായിരിക്കും. അതിൽ അവർ പറയും നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ലാൻഡ് ലൈൻ നമ്പറുണ്ട്, 17103103 എന്ന നമ്പർ. അതിൽ വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതിലവിടെ ആ നമ്പറിൽ എല്ലാ ഭാഷകളിലും, പ്രാക്ടിക്കലി ഉള്ള എല്ലാ ഭാഷകളിലും അവിടെ മറുപടി പറയാനുള്ള ആൾക്കാർ LMR അറേഞ്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള മലയാളം ആയാലും ഹിന്ദി ആയാലും പിന്നെ ഇംഗ്ലീഷ് ഓഫ് കോഴ്സ്, അതുപോലെ പുറത്തുള്ള രാജ്യങ്ങളിലെ ഇവരുടെ ഫിലിപ്പീൻസിലുള്ളത് തഗലോഗ്, അങ്ങനെ എല്ലാ ഭാഷകളും, ഒരുപാട് ഭാഷകൾ മറുപടി വിവിധ ദേശീയ ഭാഷകൾ അവര് അവിടെ മറുപടി പറയാനുള്ള സൗകര്യങ്ങളോടെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് അതിന് വിവരം കിട്ടും. അപ്പോൾ ഈ പറഞ്ഞത്
പലപ്പോഴും എന്താ പറ്റുന്നത് വെച്ചാൽ വെബ്സൈറ്റിലുള്ള ഇൻഫർമേഷൻ ചിലപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് വെബ്സൈറ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ മറ്റേ ലാൻഡ് ലൈനിൽ വിളിച്ച് ചോദിക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ വെബ്സൈറ്റിൽ അർഹതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ കിട്ടിക്കൂടായില്ല. അത് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. അടുത്തൊരു കമന്റ്, തൊഴിലുടമ റിലീസ് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ വാലിഡ് വിസ ക്യാൻസൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൽ പോസ്റ്റ് ഓഫീസിൽ പോയി രജിസ്റ്റർ ലെറ്റർ അയക്കണം എന്ന് പറഞ്ഞുവെങ്കിലും തൊഴിലുടമ തന്നെ വിചാരിച്ചാലേ വിസ മാറാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞത് ഒന്ന് റീചെക്ക് ചെയ്യണം. ഇതും ഞാൻ പറഞ്ഞത് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞത് രണ്ട് സമയത്താണ്. മുമ്പത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് ജോലി മാറണമെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് ലെറ്റർ അയച്ചിട്ട് അതിന്റെ അക്നോളജ്മെന്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ആ സമയത്ത് വിസ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് സ്പോൺസറുടെ സമ്മതം ഇല്ലാതെ ജോലി മാറുന്ന കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അതിന് മൊബിലിറ്റി അണ്ടർ മൊബിലിറ്റിയിലോ അതിനിപ്പം നോട്ടീസ് എത്രയാണെന്ന് വെച്ചാൽ കമ്പനിയുടെ നമ്മുടെ കോൺട്രാക്ട് പ്രകാരം എത്ര നോട്ടീസ് പീരീഡ് കാണിച്ചിട്ടുണ്ടോ, ചിലപ്പോൾ അത് 1 മാസമാകാം, 2 മാസമാകാം, 3 മാസമാകാം, ചിലപ്പോൾ അതിൽ കൂടുതലാകാം. പക്ഷെ എത്ര സമയം കോൺട്രാക്റ്റിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും അത് 3 മാസത്തിൽ കൂടുതലാണെങ്കിൽ മാക്സിമം 3 മാസം നോട്ടീസ് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ രാജിക്കത്ത് അയക്കുകയാണ് കമ്പനിക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട്. അതിന്റെ കൂടെ പോസ്റ്റ് ഓഫീസിൽ അക്നോളജ്മെന്റ് കാർഡ് കിട്ടും, പിൻ കാർഡ്. അതും നമ്മുടെ അഡ്രസ് വെച്ച് അയച്ചാൽ കമ്പനി ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കും കാർഡ്. അല്ലെങ്കിൽ അവര് ഒരുപക്ഷെ അത് സ്വീകരിച്ചില്ലെങ്കിൽ ആ കവർ തിരിച്ചു വരും. ഈ പിൻ കാർഡും അല്ലെങ്കിൽ തുറക്കാതെ തിരിച്ചു കിട്ടിയ കവറും വെച്ചിട്ട് നമുക്ക് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ആയിരുന്നു ഇത്രയും കാലം സിസ്റ്റം. പക്ഷെ ഇപ്പൊ ഈയിടെ LMR ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് വിസ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം വരുമായിരുന്നില്ല. ഇപ്പൊ വിസ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം ബാക്കിയുണ്ട്. എന്നാലും ഈ നോട്ടീസ് കൊടുത്ത് പുതിയ സ്പോൺസേർഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ മിക്കവാറും വിസ നമുക്ക് അപ്രൂവ് ആയിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ LMR പറയുന്നത് നിങ്ങൾ നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിലും വിസ വാലിഡിറ്റി ഉണ്ടെങ്കിൽ ആ വിസ ക്യാൻസൽ ചെയ്യാതെ നമുക്ക് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇത് ഒരു പെർമനന്റ് ആയിട്ടുള്ള നിയമമല്ല, തൽക്കാലത്തേക്കുള്ള ഒരു LMRയുടെ വെബ്സൈറ്റ് നോക്കി കാണാൻ പറ്റിയത്. ഇത് മിക്കവാറും ഇതൊരു സ്ഥിരമായിട്ടുള്ള മാറ്റമാവാൻ വഴിയില്ല. കുറച്ചു നാളത്തേക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴാണ് ഇത് ഈ നോട്ടീസ് അയച്ചിട്ട് മാത്രം നമുക്ക് മാറാൻ പറ്റാത്തത്. നോട്ടീസ് അയച്ചിട്ട് വിസയ്ക്ക് വാലിഡിറ്റി ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാതെ പുതിയ സ്പോൺസർക്ക് വിസയ്ക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ശരി, വ്യക്തമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എന്റെ തൊഴിലുടമ ഞാൻ അറിയാതെ എന്റെ വിസ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ ഒരു കഫറ്റീരിയയിൽ താൽക്കാലികമായി തൊഴിലെടുക്കുന്നു. ഡിസംബർ വരെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ അദ്ദേഹത്തിന് പുതിയ കഫറ്റീരിയയിൽ വിസ കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ ചോദിക്കുന്നത്. അപ്പോ ഇതില് ഈ ഡിസംബർ വരെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യമാണ് LMR കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഒരു പുതുമാപ്പ് സൗകര്യമുണ്ട്. ആ സമയത്ത് നമുക്ക് ഇവിടെ ജോലിക്ക് ശ്രമിക്കാം. ജോലി കിട്ടുകയാണെങ്കിൽ ജോലി മാറണം. കാരണം സാധാരണ ഇപ്പോൾ ഒരു വിസ കഴിഞ്ഞാൽ 1 മാസത്തിനകം ജോലി മാറണമെന്നാണ് നിയമം. 1 മാസം ജോലി മാറാൻ പറ്റിയില്ലെങ്കിൽ രാജ്യം വിട്ടു പോകണം, ബറിൻ വിട്ടു പോകണം. ഇപ്പോൾ പൊതുമാപ്പുള്ളത് കൊണ്ട് ഡിസംബർ 31 വരെ ഇവിടെ നിൽക്കാം. പക്ഷെ ആ സമയത്ത് ജോലി ചെയ്യാൻ പാടില്ല. ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് പുതിയ വിസ എടുത്ത ശേഷം മാത്രമേ പറ്റുള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം. ഇവിടെ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ സ്പോൺസർ തന്നെ വിസ പുതുക്കാതെ ജോലി ചെയ്യാൻ പറയാറുണ്ട്. ആൾക്കാരവിടെ ജോലി ചെയ്യും, കാരണം സ്പോൺസറിന്റെ അടുത്ത് തന്നെയല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ LMR വന്ന് പിടിച്ചാല് വിസയ്ക്ക് സാധുതയില്ലെങ്കിൽ അതേ സ്പോൺസർ അടുത്താണെങ്കിലും അത് കുറ്റകരമാണ്, നിയമപരമല്ല എന്നുള്ളതാണ്, നിയമവിരുദ്ധമാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇത്
വിസ ഇല്ലാതെ എവിടെയും ഒരിക്കലും ജോലി ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതൊരു നല്ല മാർഗനിർദ്ദേശമാണ്. അടുത്ത ചോദ്യം, കഴിഞ്ഞ 2 മാസമായി കമ്പനി ശമ്പളം നൽകിയിട്ടില്ല. ഞങ്ങൾ ജോലി എടുക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ജോലി നിർത്തിയത് നിയമപരമായി ശരിയാണോ? അതുപോലെ തന്നെ ഞങ്ങൾ രാജ്യം വിട്ടു പോകുവാനും ആഗ്രഹിക്കുന്നുണ്ട്. കമ്പനി പറയുന്നത് ഉടൻ പോകണമെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് പ്രകാരം 3 മാസത്തെ നോട്ടീസ് നൽകണമെന്നാണ്, അല്ലെങ്കിൽ 3 മാസത്തെ ശമ്പളം കമ്പനിക്ക് കൊടുക്കണമെന്ന്. ഞങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് സംശയം. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജോലി നിർത്തിക്കഴിഞ്ഞാൽ അത് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ റണ്ണവേക്ക് റിപ്പോർട്ട് ചെയ്യാം. 15 ദിവസം തുടർച്ചയായിട്ട് ജോലിക്ക് പോയില്ലെങ്കിൽ എല്ലാം അറിയുന്ന റണ്ണവാൻ വന്ന് റിപ്പോർട്ട് ചെയ്യാം. 1 ദിവസം ജോലിക്ക് പോയില്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ റണ്ണവാൻ വന്ന് റിപ്പോർട്ട് ചെയ്യാം. ഈ വലിയ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ റണ്ണവാൻ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നമ്മൾ അറിയില്ല. മറ്റൊരു തലത്തിലേക്ക് അതിനെ മാറ്റിവിടാനുള്ള ഒരു ക്രിമിനൽ കേസായിട്ട് പോലീസ് സ്റ്റേഷനിൽ അത് കിടക്കും. നമ്മളിത് ജോലിക്ക് പോകാതിരിക്കുന്നത് രണ്ടവേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്രിമിനൽ കുറ്റമാണ്. LMRയിലാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞാൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മെസ്സേജ് വരും. മെസ്സേജ് വരണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ LMRയുടെ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ പലപ്പോഴും പലരുടെ കാര്യത്തിൽ എന്താ പറ്റുന്ന വെച്ചാൽ അവർക്ക് ഇൻഫർമേഷൻ കിട്ടാറില്ല. കാരണം നമ്മൾ മൊബൈൽ ചിലപ്പോൾ മാറ്റിയാൽ അത് സിസ്റ്റത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറില്ല. അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനിപ്പോൾ സ്പോൺസറുടെ സഹായം ഒന്നും ആവശ്യമില്ല. വെബ്സൈറ്റിൽ നേരിട്ട് പോയി നമുക്ക് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, CPR നമ്പർ വെച്ചിട്ട് ഇമെയിൽ ID, ഫോൺ നമ്പർ, ഇതൊക്കെ നമുക്ക് നേരിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. പലരും ഇത് ചെയ്യാറില്ല. അതുകൊണ്ട് പ്രത്യേകം നമുക്ക് നമ്മൾ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഇത് കാണികളോട്, തീർച്ചയായിട്ടും ശ്രോതാക്കളല്ലോ, റേഡിയോ എന്നാണ് പേരെങ്കിലും വിഷ്വൽ മീഡിയയും കൂടെ ആണല്ലോ. അപ്പോ ഇത് കാണുന്നവരോട് പറയാനുള്ളത്, നമുക്കിപ്പോ അത് സാർ വളരെ വലിയൊരു പോയിന്റാണ് പറഞ്ഞത്. അതായത് നമ്മുടെ മൊബൈൽ നമ്പർ മാറിയാൽ പോലും നമ്മൾ എപ്പോ വേണമെങ്കിലും നമുക്ക് വെബ്സൈറ്റിൽ പോയി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതെ, അതും പേഴ്സണൽ മൊബൈൽ നമ്പർ മാറിക്കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഇൻഫർമേഷൻ കിട്ടില്ല. അതായത് നമ്മൾ സാർ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ ആദ്യം തന്നെ എയർപോർട്ടിൽ എത്തുമ്പോൾ നമുക്കൊരു സിം കാർഡ് കൂടെ തരാറുണ്ട്. ആ സിം കാർഡ് ഒരുപക്ഷെ ഭാവിയിൽ അവർക്ക് കൊണ്ട് നടക്കാൻ പറ്റിയെന്ന് വരണമെന്നില്ല, ഒരുപക്ഷെ എല്ലാവർക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇതെനിക്ക് തോന്നുന്നു വളരെ വലിയൊരു എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, ഇപ്പൊ ഈ നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്കിപ്പം ഇനിയിപ്പോ കോടതിയിലാകുന്ന ഒരു കേസ് കൊടുത്തു. അപ്പൊ ഇത് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് നോട്ടീസ് അയക്കും. അവിടെ LMRയുടെ സിസ്റ്റത്തിലുള്ള അഡ്രസ്സ് മാറിയാല്, അങ്ങനെ ഫോൺ നമ്പർ മാറിയാല്, അതൊക്കെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഇൻഫർമേഷൻ കിട്ടാറില്ല. പലരും ഇങ്ങനെയുള്ള ഈ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് അവരുടെ പേരിലുള്ള കേസ് അറിയാതെ ശിക്ഷ വിധിച്ചിട്ട് അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് അതിനെപ്പറ്റി വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ലേറ്റായിട്ട് വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തെളിയിക്കാൻ പറ്റും. നമുക്ക് വിവരം അറിഞ്ഞിട്ടില്ല നമുക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നമുക്കതിന് അപ്പീൽ പോകാൻ പറ്റും. അതിന് പ്രശ്നമില്ല. പക്ഷെ നമുക്കത് ഒഴിവാക്കാമായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. അത് അറിയണമെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പം ഓരോ പ്രാവശ്യവും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇമെയിൽ IDയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് LMRയുടെ വെബ്സൈറ്റിൽ പോയി നമ്മളെ CPR കൊടുത്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് സാറ് വ്യക്തമായിട്ട് പറഞ്ഞത്. വളരെ നല്ലൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണ് സാർ. വേറൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു. അതായത് 3 മാസം നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നു കമ്പനി നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ 3 മാസം ശമ്പളം കൊടുക്കണമെന്ന്. ഈ കേസില് കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് കോൺട്രാക്ട് ബ്രീച്ച് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 മാസം നോട്ടീസ് ഏതായാലും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ലേബർ നിയമപ്രകാരം 1 മാസം നോട്ടീസ് കൊടുത്താൽ മതി. കോൺട്രാക്റ്റില് 3 മാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും 1 മാസം നോട്ടീസ് കൊടുത്താൽ മതി. ഈ ഇപ്പൊ ശമ്പളം കിട്ടാത്ത കാര്യത്തിൽ ഡെഫിനറ്റ് ആയിട്ട് 1 മാസം നോട്ടീസ് കൊടുത്ത് ജോലി വിടാൻ പറ്റും. ഒരു കാരണവശാലും കമ്പനിക്ക് 3 മാസത്തെ ശമ്പളം ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ 3 മാസത്തെ നോട്ടീസ് കൊടുക്കണോ നിർബന്ധിക്കാനോ ഒരു അധികാരമില്ല. അതിനോടനുബന്ധിച്ച് ഒരു സാർ പറഞ്ഞത് നമുക്ക് LMRയുടെ സൈറ്റിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് മാറുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്താൽ മതിയാവും എന്ന് പറഞ്ഞല്ലോ. ഇപ്പോ
അപ്ഡേറ്റ് ചെയ്യാത്ത ഒരാളുടെ ഇൻഫർമേഷൻസ് ആ നമ്പർ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ആ മെസ്സേജസ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ആ മെസ്സേജ് കിട്ടുന്ന ആള് എന്താണ് ചെയ്യേണ്ടത്? കാരണം അത് മുമ്പ് ആരെ ഉപയോഗിച്ചിരുന്നത് അറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആ ഇൻഫർമേഷൻ നമ്മൾ ഈ സർവീസ് പ്രൊവൈഡർ തരില്ല. ബാറ്റിൽകോ ആയാലും അല്ലെങ്കിൽ സീൻ ആരായാലും വ്യൂ ആയാലും. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഈ ഇൻഫർമേഷൻ അവരെ അറിയിക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ഈ ഇവിടെ നിന്ന് പറ്റുന്ന വെച്ചാൽ ഈ നമ്പര് നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത് റീഅലോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അത് ഒഴിവാക്കുകയാണെങ്കിൽ വലിയ സഹായമായിരിക്കും. എനിക്കൊരു ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സറണ്ടർ ചെയ്തു. ആ നമ്പർ പലയിടത്തും വെബ്സൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പലരും ഈ മെസ്സേജ് അയക്കാൻ തുടങ്ങി, ഈ നമ്പർ വിളിച്ച് കിട്ടുന്നില്ല. അത് വേറെ ആളെ എടുത്തിരുന്ന നമ്പർ, ആ നമ്പർ ഞാൻ തിരിച്ചു വാങ്ങിച്ചു. റീടേൺ ബാക്ക്. കാരണം ഞാൻ എല്ലാം ബാറ്റിലൊക്കെ അന്വേഷിച്ചു ആരെയും നമ്പർ എടുത്തതാണ്. അവർ ഇൻഫർമേഷൻ തരില്ല. അപ്പൊ ഞാൻ ആ നമ്പർ വിളിച്ചു വന്നിട്ട് എന്റെ ഒരറിവിലാണ് സംസാരിച്ചത്. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഒന്നും വിളിച്ച് ചോദിക്കും എന്താണ് ഇത്, ആരാണ്, എന്താണ്, അവർ ഈ നമ്പർ നമുക്ക് തിരിച്ചു തരാൻ അവർക്ക് താല്പര്യമുണ്ടോ. ഭാഗ്യത്തിനവർ സമ്മതിച്ചു. അപ്പൊ ഞാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇതുപോലുള്ള കോൾസും മെസ്സേജും ഒക്കെ അവർക്ക് ഒത്തിരി കോൾസ് കിട്ടുന്നുണ്ട്. നമ്മുടെ അത് പുറത്തുനിന്നൊക്കെ കോൾസ് പോലെ. അതുകൊണ്ട് ആ നമ്പറെ തിരിച്ചു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പൊ ഒരു നമ്പർ നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും അത് ക്യാൻസൽ ചെയ്തിട്ട് റിയലായിട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ വലിയ സഹായമായിരുന്നു. എനിവേ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്റെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് പ്രകാരം എനിക്ക് ഒരു വർഷം 21 ദിവസമാണ് ലീവ് ഉള്ളത്. എന്റെ സുഹൃത്തിന് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ 30 ദിവസമാണ് ഒരു വർഷം ലീവ് ഉള്ളത്. ഈ വിവരം ഞാൻ എന്റെ സ്പോൺസറോട് അറിയിച്ചപ്പോൾ എന്റെ കോൺട്രാക്ട് പ്രകാരം എനിക്ക് അദ്ദേഹം 21 ദിവസം തന്നാൽ മതിയാകും എന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ? ഈ 21 ദിവസത്തെ ലീവ് 2012 മുമ്പ് ഒരു വർഷത്തെ 21 ദിവസം ആയിരുന്നു. അത് 2012 നിയമം വന്ന ശേഷം, പുതിയ നിയമം വന്ന ശേഷം അത് 30 ദിവസം ആക്കിയിട്ടുണ്ട്. അപ്പോ പഴയ കോൺട്രാക്റ്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിയമം മാറിയതുകൊണ്ട് ഇപ്പോഴത്തെ നിയമപ്രകാരം 30 ദിവസം കൊടുക്കണമെന്നുള്ള നിർബന്ധമാണ്. ഇപ്പം പഴയ കോൺട്രാക്ട് പ്രകാരം 35 ദിവസമായിരുന്നെങ്കിൽ അപ്പൊ 35 ദിവസം കൊടുക്കണം. 30 ദിവസം കൊടുത്താൽ പോരാ. അപ്പൊ നമ്മൾ കോൺട്രാക്റ്റിൽ കാണിച്ചതിനേക്കാളും കൂടുതൽ സൗകര്യങ്ങൾ നിയമത്തിൽ വരികയാണെങ്കിൽ അത് കൊടുക്കണമെന്നാണ് നിയമം. പക്ഷെ അതിനേക്കാളും കുറവാണ് നിയമത്തിലെങ്കിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കുറയ്ക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ആനുകൂല്യങ്ങൾ ജോലിക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല അവരുടെ സമ്മതമില്ലാതെ. അങ്ങനെയാണ്. അപ്പൊ ഈ ഇദ്ദേഹത്തിന് 30 ദിവസം ലീവ് കൊടുക്കണമെന്നുള്ള നിർബന്ധമാണ്. ഈ പലരും എന്റെ അടുത്ത് ഒരുപാട് ഈ നിയമം മാറിയ ശേഷം ഒരുപാട് ഇങ്ങനെയുള്ള പരാതി എന്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. അത് ശരിയല്ല. അപ്പം വ്യക്തമാണ് കാര്യങ്ങള്. അടുത്തൊരു ചോദ്യം. ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. അടുത്ത ആഴ്ച എന്റെ 60 ദിവസത്തെ ലീവ് തീരുകയാണ്. ഞാൻ ലീവ് ഒരു 15 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അങ്ങനെ ചെയ്യുവാൻ കമ്പനി അനുവദിക്കുന്നില്ല. എനിക്ക് ഇനിയും ഒരു 15 ദിവസം ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ അർഹതയുണ്ടോ? ഈ 2012 പുതിയ ലേബർ ലോ വന്ന ശേഷം 60 ദിവസത്തെ ലീവ് മുമ്പ് 40 ദിവസമായിരുന്നു. 60 ദിവസം 2012 കൂട്ടിയിട്ട് 60 ദിവസം ആക്കിയത്. അതിന്റെ കൂടെ ഈ 60 ദിവസത്തെ ലീവിനൊക്കെ ശമ്പളം കിട്ടും. അതിന്റെ കൂടെ ഒരു 15 ദിവസം ശമ്പളം ഇല്ലാതെ എടുക്കാമെന്നുള്ള പ്രൊവിഷൻ നിയമത്തിലുണ്ട്. അപ്പോൾ ഇവർക്ക് 15 ദിവസം കൂടെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ കമ്പനി അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നിയമത്തിലുള്ളതാണത്. അവരൊക്കെ ഒരു ഉപചാരമായിട്ട് ചോദിക്കുന്നതല്ല, ഔദാര്യമായിട്ട് ചോദിക്കുന്നതല്ല. നിയമത്തിലുള്ളതാണ്, കൊടുത്തിരിക്കണം. ശരി. അടുത്തൊരു ചോദ്യം. എന്റെ വിസ റിന്യൂവൽ ചെയ്യുവാൻ ഉള്ള സമയമായിരിക്കുകയാണ്. എന്റെ ഭാര്യ ഡിപെൻഡന്റ് വിസയിലാണ്. വൈഫിന്റെ പാസ്പോർട്ട് നെക്സ്റ്റ് മന്ത് എക്സ്പയർ ആവുകയാണ്. വിസ ഒരുമിച്ച് പുതുക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചു.
എന്നാൽ വൈഫിന്റെ വിസ റിജക്റ്റഡ് ആയി. എന്താണ് ചെയ്യേണ്ടത്? ഈ ഡിപെൻഡന്റ് വിസയില് ഒന്നിച്ചു പുതുക്കാൻ പറ്റില്ല. അത് ആദ്യം മെയിൻ വിസ, ഭർത്താവിന്റെ വിസ പുതുക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഡിപെൻഡന്റ് വിസ പുതുക്കാൻ പറ്റുള്ളൂ. ഈ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. നമ്മള് പാസ്പോർട്ടിന്റെ കാലാവധി എപ്പോഴാണ് തീരുന്നത് പലപ്പോഴും നോക്കാറില്ല. ഈ പാസ്പോർട്ടിന് ചുരുങ്ങിയത് 6 മാസത്തെ കാലാവധി ഇല്ലെങ്കിൽ നമുക്കിവിടുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇവിടെ പുതിയ വിസ കിട്ടണമെങ്കിലും പാസ്പോർട്ടിന് ചുരുങ്ങിയത് 6 മാസത്തെ കാലാവധി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അവരുടെ കാര്യത്തില് വിസ റിജക്ട് ആയതിന് കാരണം പാസ്പോർട്ടിന് കാലാവധി 1 മാസമേ ഉള്ളൂ എന്നുള്ളതാണ്. ശരി. അത് പറയുമ്പോഴാണ് മറ്റൊരു സംശയം വന്നത്. ഈ പാസ്പോർട്ട് പുതുക്കുവാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയർ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കേണ്ടത്? പാസ്പോർട്ട് പുതുക്കുന്നതിന് നമ്മൾ എംബസിയിൽ ഇപ്പോൾ എംബസിയുടെ ഔട്ട്സോഴ്സിംഗ് ഓഫീസിലാണ് ചെയ്യുന്നത്. അത് 1 വർഷത്തിനകം വിസ പാസ്പോർട്ട് കഴിയുന്നതിന് അതിന് മുമ്പായിട്ട് 1 വർഷത്തിനുള്ളിൽ നമുക്ക് പാസ്പോർട്ട് പുതുക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർത്തിരിക്കണം പാസ്പോർട്ടിന്റെ എക്സ്പയറി ഡേറ്റ്. എന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് സമയത്ത് ഇത് പുതുക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര അവസാന വർഷത്തിൽ പെട്ടെന്ന് യാത്ര ചെയ്യണം എന്നാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ വിസ എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ വിസ പാസ്പോർട്ട് പുതുക്കാൻ സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചാളുടെ വിസയില്ല നിൽക്കേണ്ടി വരും. അല്ല, സാർ ഇപ്പൊ പറഞ്ഞതുപോലെ 1 വർഷം മുന്നേ വരെ നമുക്ക് പാസ്പോർട്ട് പുതുക്കുവാനുള്ള സാഹചര്യം നിലവിലിരിക്കെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പോകേണ്ട ആവശ്യമില്ല. 1 വർഷം മുന്നേ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് പുതുക്കി കൈവശം വെക്കാവുന്ന ഒരു കാര്യം മാത്രമാണത്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ റിന്യൂവലിന് നമ്മൾ പോകാറില്ലേ, അതിനും 3 മാസം അല്ലെങ്കിൽ പുതുക്കാൻ പറ്റും. അങ്ങനെ പോകാറുണ്ടോ? അതാണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അതിന്റെ ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നതാണ് ഈ പ്രശ്നം. സത്യത്തില് വളരെ അഡ്വാൻസ് ആയിട്ട് സമയം നിയമപരമായിട്ട് നമുക്ക് അനുവദിച്ച് കിട്ടുമെങ്കിൽ പോലും നമ്മളത് വേണ്ടത് ഉപയോഗിക്കാത്തതാണ് പല പ്രശ്നങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല, പലർക്കും ഇത് അറിഞ്ഞെന്ന് വരില്ല 1 വർഷത്തിനുള്ളിൽ പുതുക്കാവുന്നത്. എനിക്കൊന്ന് പാസ്പോർട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈവൻ 1 year ബിഫോർ ഓൾസോ യു ക്യാൻ. പാസ്പോർട്ടിൽ ഇല്ല. ഓക്കെ. എനിവേ, ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഇൻഫർമേഷൻ. അടുത്ത ഒരു ചോദ്യം. എന്റെ കമ്പനി എന്റെ ശമ്പളത്തിന്റെ 1% എല്ലാ മാസവും പിടിച്ചിട്ടാണ് ശമ്പളം തരുന്നത്. കൂടാതെ 15 ബീഡിയും എല്ലാ മാസവും ശമ്പളത്തിൽ നിന്നും കട്ട് ചെയ്യുന്നുണ്ട്. അത് വിസ ചാർജിനായി എന്നാണ് അവർ പറയുന്നത്. എന്റെ സുഹൃത്ത് മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെയല്ല. ഇത് നിർത്തലാക്കാൻ ഞാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കുന്നത്? ഈ 1% കട്ട് ചെയ്യുന്നത് അത് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന് വേണ്ടിയാണ്. അത് നിയമപരമാണ്. പക്ഷെ പല കമ്പനികളും അത് ശമ്പളത്തിന് പിടിക്കാറില്ല. കമ്പനി നേരിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ശമ്പളത്തിന്റെ 4% ഇവിടെ ഇൻഷുറൻസിന്, സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ കൊടുക്കണം. അത് എക്സ്പാട്രിയേറ്റ്സിന്റെ കാര്യത്തിൽ കമ്പനിയാണ് കൊടുക്കേണ്ടത്. അത് നമ്മുടെ ശമ്പളത്തിന് കട്ട് ചെയ്യാൻ പാടില്ല. അതിന്റെ കൂടെ ഈ 1% എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന് വേണ്ടിയിട്ട് കൊടുക്കണം. അത് ശമ്പളത്തിൽ നിന്ന് പിടിക്കാം. അതിന് നിയമസാധുതയുണ്ട്. പക്ഷേ ഈ 15 ബീഡി വിസയുടെ പൈസ എടുക്കുന്നത് നിയമവിരുദ്ധമാണ്. എല്ലാമാരുടെ നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വിസയുടെ പൈസ ഒരു കാരണവശാലും ജോലിക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ പാടില്ല, ജോലി ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് നിയമവിരുദ്ധമാണ്. അത് നിർത്തലാക്കണമെങ്കിൽ 1% കൊടുക്കണം. അത് നിർത്തലാക്കാൻ പറ്റില്ല. 15 ബീഡി നിർത്തലാക്കണമെങ്കിൽ LMRAയിൽ പരാതി കൊടുക്കാം. കണ്ടത് LMRAയുടെ നിയമപ്രകാരമാണ് പിടിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. അപ്പോൾ LMRA അതിന് ആക്ഷൻ എടുക്കുന്നതാണ്. ശരി. അത് സാർ ഇപ്പൊ പറഞ്ഞല്ലോ സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കണം. എന്താണ് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ? ഇവിടെ മുമ്പ് അതിന് ഗോസി എന്ന് പറഞ്ഞിരുന്നത് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ്. അതിപ്പോ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഈ പിടിക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ അസുഖം വന്നിട്ടോ ലീവ് എടുക്കേണ്ടി വന്നാൽ ആ സമയത്ത് ലീവിന്റെ ശമ്പളം അവിടെ നിന്ന് കിട്ടും.
ഗോസി എല്ലാവരും സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ ആർക്കും അറിയില്ല. എല്ലാവരും ഗോസി എന്ന് പറയുന്നത് എന്റെ ഒരു ഫുൾ ഫോം അല്ല, അതിന്റെ പഴയ പേരാണ് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ്. നൗ ഇറ്റ്സ് കോൾഡ് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ, SIU. അപ്പോ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാല് അല്ലെങ്കിൽ ആക്സിഡന്റ് വെച്ച് ആക്സിഡന്റിൽ അങ്ങനെ എന്തെങ്കിലും ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് മരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് അവിടുന്ന് കോമ്പൻസേഷൻ കിട്ടും. ഈ പൈസ നമ്മുടെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് അതാണ് ഇതിന് ഇൻഷുറൻസ്. അതാണ് പറഞ്ഞത്, അസുഖം വന്നാല് ലീവ് എടുക്കാൻ പറ്റും. ആ സമയത്ത് കമ്പനിയിൽ ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്കത് ലേബർ ഇൻഷുറൻസ് ഗോസിൽ നിന്ന് കിട്ടും. നമ്മുടെ എംപ്ലോയ്മെന്റ് ESI ഇല്ലേ, നമ്മുടെ ഇന്ത്യയിലെ നാട്ടിലെ ESI എന്ന് പറയുന്ന പോലെ. ഓക്കെ, അടുത്തത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലെ നിയമം, ലീവിന് പോകണമെങ്കിൽ 500 BD ഡെപ്പോസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരാൾ ഗ്യാരണ്ടിയായി നിൽക്കുകയും വേണം. ഇത് രണ്ടും എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ അവസരത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഞാനിപ്പോ ആര് കേട്ടാലും ഇത് ഒരു അന്യായമായ കാര്യമെന്ന് പറയില്ല. ലീവിൽ പോകണമെങ്കിൽ 500 ദിനാറ് തെറ്റിവെക്കണമെന്നൊക്കെ പറഞ്ഞ് എന്ത് ഒരു പക്ഷെ ലീവിന് പോകുമ്പോ സമ്പാദിച്ചു കൊണ്ടുപോകുന്ന ഒരു എമൗണ്ട് ആയിരിക്കും അത് സാധാരണക്കാരൻ. അതെ, പിന്നെ ആരാ ഗ്യാരണ്ടി നിൽക്കുക? ഇപ്പൊ ഈ ഇദ്ദേഹം ലീവിൽ പോയിട്ട് തിരിച്ചു വരുന്നുള്ള വല്ല ഗ്യാരണ്ടി ആർക്കും കൊടുക്കുന്നത് വന്നില്ലെങ്കിൽ അത് അയാളെ ബാധിക്കില്ലേ, ഗ്യാരണ്ടി കൊടുക്കുന്ന ആളെ. ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇതിനെതിരായിട്ട് പരാതി കൊടുക്കാം ലേബർ മിനിസ്ട്രിയിൽ, അല്ലെങ്കിൽ ലേബർ മിനിസ്ട്രിയിലാണ് ഇതിന്റെ സാധാരണ അവര് മിക്കവാറും ഇവരായിട്ട് ചർച്ച ചെയ്ത് തീർക്കുന്ന കാര്യങ്ങളാണ്. ശരി, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ആഴ്ചത്തിലെ ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ല ചോദ്യങ്ങൾ നമുക്ക് കിട്ടുകയുണ്ടായി. ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജ് അയയ്ക്കുക. മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ റേഡിയോ രംഗിന്റെ ആപ്പ് ഇന്നിപ്പോ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ടെസ്റ്റ് ലൈവിലാണ്. ആപ്ലിക്കേഷനിൽ വാട്സപ്പ് ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ അറിയിക്കാം. അതുപോലെ തന്നെ അടുത്ത എപ്പിസോഡിൽ ഇന്ന് അഡ്രസ് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അഡ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോ റേഡിയോ രംഗിന്റെ പരിപാടികൾ നിങ്ങൾ വാച്ച് ചെയ്യാറുണ്ടായിരിക്കും. വ്യാഴാഴ്ച ലോക്ക്ഡൌൺ ചോക്ലേറ്റ്, വെള്ളിയാഴ്ച എവേ ഫ്രം ക്യാമ്പസ്, ശനിയാഴ്ച വൈകുന്നേരം സിംഫണി മ്യൂസിക്കൽ പ്രോഗ്രാം. ഇവയെല്ലാം തന്നെ വാച്ച് ചെയ്തതിനു ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ റേഡിയോ രംഗിനെ അറിയിക്കുക. പുതുമയാർന്ന വിഭവസമൃദ്ധമായ പുതിയ പരിപാടികൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ എന്നും റേഡിയോ രംഗ് ഒരുക്കമാണ്. പുതിയ ആശയങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ഇനിയും കാണാം. അതുവരെ അല്ല സർ, നന്ദി, നമസ്കാരം. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി Radio Rang, color your life.